ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനി. ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ സെക്കൻഡ് സെമിസ്റ്ററിൽ വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്തെ സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻ VBA എന്ന ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദി സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ഫംഗ്ഷൻ ഇൻ VBA. ഡിസ്ക്രൈബ് സ്ട്രിംഗ് കൺവേർഷൻ ഫംഗ്ഷൻസ് ഇൻ VBA. ഡിസ്ക്രൈബ് ദി സ്ട്രിംഗ് എക്സ്ട്രാക്ഷൻ ഫംഗ്ഷൻസ് ഇൻ VBA. ഡിസ്ക്രൈബ് ദി സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഫംഗ്ഷൻസ് ഇൻ VBA. ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ. A string in VBA is a type of data variable which can consist of text, numerical values, date and time, and alphanumeric characters. സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ സ്ട്രിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ നമുക്ക് സ്ട്രിംഗ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടെക്സ്റ്റ് വാല്യൂസ്, ന്യൂമറിക്കൽ വാല്യൂസും ഡേറ്റ് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ. സ്ട്രിംഗ് ഫങ്ഷൻസ് തുടങ്ങാണ്. സ്ട്രിംഗ് ഫങ്ഷൻസിൽ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങുകൾ തമ്മിൽ യോജിപ്പിക്കുക, രണ്ട് വാക്കുകൾ തമ്മിൽ കോൺകാറ്റിനേറ്റ്. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ഓർ ജോയിനിങ് ടു ഓർ മോർ സ്ട്രിങ്സ് ക്യാൻ ബി ഡൺ ബൈ പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്റർ അരിത്തമെറ്റിക് ഓപ്പറേറ്ററായിട്ട് പ്ലസ് യൂസ് ചെയ്യുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് 2 + 3 ചെയ്താൽ 5 ആൻസർ കിട്ടും. അതുപോലെ പ്ലസ് എന്നുള്ള ഓപ്പറേറ്ററിന് രണ്ട് സ്ട്രിംഗ് വാല്യൂകൾ തമ്മിൽ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ സ്ട്രിംഗ് തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 2 3 എത്ര വേണമെങ്കിലും 2 or more strings can be concatenated. എക്സാമ്പിൾ ABC 3 വേരിയബിൾസ് സ്ട്രിംഗ് വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ വാല്യൂസ് വെച്ചിട്ടുണ്ട്. A എന്നുള്ളതിൽ www, Bയിൽ ആൻഡ് Cയിൽ ദി ഇൻ്റർനെറ്റ്. ഈ 3 സ്ട്രിംഗ് വേരിയബിൾസാണ്. അതെല്ലാം കൂടി ചേർത്തി ഒറ്റ വാക്കായിട്ട് വരണമെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു വേരിയബിളിലേക്ക് വേണമെങ്കിൽ വെക്കാം. D എന്നുള്ള വേരിയബിൾ എടുത്തിട്ട് A + B + C ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടി യോജിച്ച് D എന്നുള്ളതിൽ വരും. അതെല്ലാം നേരെ അത് പ്രിൻറ്റ് ചെയ്യിക്കാം. A + B + C എന്ന് പറയുമ്പോൾ റിസൾട്ട് എന്താ വരിക? www ആൻഡ് ഇൻ്റർനെറ്റ് ഒറ്റ വേർഡായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. If it is required to join 2 or more different data types variable, then the AND operator can be used. നമുക്ക് 2 ഡിഫറെൻറ്റ് വേരിയബിൾസ് രണ്ടും സ്ട്രിങ് ആയിരുന്നു. 3 വാക്കും ഇപ്പോൾ സ്ട്രിങ് ആണ്. അതുകൊണ്ട് പ്ലസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പ്ലസ് എന്ന് പറയുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്ട്രിങ് കോൺകാറ്റിനേഷന് വേണ്ടി ഇത് 3ഉം സ്ട്രിങ് ആണല്ലോ. അപ്പോൾ തമ്മിൽ സ്ട്രിങ്ങുകൾ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒറ്റ വേർഡായി മാറും. ഇനി നമുക്ക് ഒരു വാക്ക് സ്ട്രിങ്, ഒരെണ്ണം ന്യൂമറിക്കൽ വാല്യൂ, അല്ലെങ്കിൽ ഒരെണ്ണം ഡേറ്റ്, ഒരെണ്ണം സ്ട്രിങ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തമ്മിൽ യോജിപ്പിക്കാൻ പ്ലസ് പറ്റില്ല. അപ്പോൾ ആൻഡ് എന്നുള്ള സൈൻ, സ്ട്രിങ് കോൺകാറ്റിനേറ്റിന് ആൻഡ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യാം. len function returns an integer containing either the number of characters in a string or the nominal number of bytes required to store a variable. സിൻടാക്സ് len ലെങ്ത്ത് എന്നുള്ള മീനിങ്ങിലാണ് len. ഒരു ടോട്ടൽ എത്ര ബൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ്ങിനെ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് len എന്ന് കൊടുക്കുക. സ്ട്രിങ്ങിൻ്റെ ബ്രാക്കറ്റിൽ സ്ട്രിങ് പാസ് ചെയ്യാം. എക്സാമ്പിൾ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒരു str എന്ന് പറഞ്ഞൊരു വേരിയബിൾ സ്ട്രിങ് ആയിട്ട് q എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. str എന്ന് പറഞ്ഞ സ്ട്രിങ് വേരിയബിളിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറിനും ഓരോ ബൈറ്റാണ് യൂസ് ചെയ്യണേ. അപ്പോൾ എത്ര ക്യാരക്ടർ ഉണ്ടെന്നുള്ളത് എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. സ്പേസ് സ്റ്റോർ ചെയ്യാനും കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്പേസ് വേണം. സ്പേസും ഒരു ക്യാരക്ടറാണ്, അതിനും ഒരു ബൈറ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളിത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് 43 എണ്ണം ഉണ്ടാവും. സ്പേസും കൂടി കൂട്ടി കഴിഞ്ഞാൽ 43 ക്യാരക്ടർ, അല്ലെങ്കിൽ 43 ബൈറ്റാണ് അതിന് യൂസ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് ദ
ഈസ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇവിടെ നമ്മൾ ആൻഡ് എന്നുള്ള ഓപ്പറേറ്റർ എന്ത് യൂസ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്. പക്ഷേ അതിൻ്റെ ലെങ്ത് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. അത് തമ്മിൽ യോജിച്ച് വരണമെങ്കിൽ അവിടെ പ്ലസ് കൊടുക്കാൻ പറ്റില്ല, ആൻഡ് കൊടുക്കുക. അപ്പോൾ ഒറ്റ വേർഡായിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരും. എന്തെന്നാ? ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഈസ് 45 ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്പേസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. അടുത്ത വേരിയബിൾ ക്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വേരിയബിളാണ്. ഇൻറ്റിജർ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ കമ്പ്യൂട്ടർ മെമ്മറിയിൽ 2 ബൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ സൈസ് ഓഫ് ക്യൂ ഈസ് ലെൻ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് ക്യൂ എന്ന് കൊടുക്കുമ്പോൾ 2 എന്നാണ് വരുന്നത്. അല്ലാതെ എത്ര ഡിജിറ്റ് എണ്ണീറ്റ് 4 ടൈംസ് 1 2 3 4 എണ്ണുണ്ടെന്ന് അല്ല പറയുക. അതിൻ്റെ ബൈറ്റ് എത്ര ബൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് അത് 2 ബൈറ്റ് യൂസ് ചെയ്യുന്ന റിസൾട്ട് വന്നു. നമ്മൾ ഈ കോഡ്സിലാണ്, സ്ട്രിങ് ആയിട്ടാണ് കോഡ്സിൽ 333 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് സ്ട്രിങ് വേരിയബിൾ ആണെങ്കിൽ അതിന് 4 ബൈറ്റ് യൂസ് ചെയ്യണം. ഇത് ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ട് 2 ബൈറ്റാണ്. ഇൻറ്റിജർ വാല്യൂസ് ഇൻറ്റിജറിന് 2 ബൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് ഓഫ് ക്യൂ ഈസ് 2 എന്ന് വന്നു. ലെൻ എന്നുള്ള ഫംഗ്ഷൻ അതിൻ്റെ ലെങ്ത്ത് എന്നുള്ളതിൽ, പക്ഷേ സ്ട്രിങ് ആണെങ്കിൽ ക്യാരക്ടേഴ്സ് എണ്ണി നോക്കിയിട്ട് പറയാം. പക്ഷേ വേറെ ഡാറ്റ ടൈപ്പ് ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് വെച്ചാൽ അത് സ്റ്റോർ ചെയ്യാൻ കമ്പ്യൂട്ടറിൽ എത്ര ബൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് ലെൻ എന്നുള്ള ഫംഗ്ഷൻ ആ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ലെഫ്റ്റ് റിട്ടേൺസ് എ സ്ട്രിങ് കണ്ടെയ്നിങ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്ട്രിങ്. നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1 2 എത്ര ക്യാരക്ടേഴ്സ് നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അത്രയും ക്യാരക്ടേഴ്സ് വരും. അപ്പം ലെഫ്റ്റ് അതിൻ്റെ സിൻടാക്സ് ലെഫ്റ്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ സ്ട്രിങ്, പിന്നെ എത്ര ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് അതൊരു ഇൻറ്റിജർ വാല്യൂ ആണല്ലോ, അതാണ് INT എന്ന് കൊടുക്കുന്നത് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഉണ്ട്. എസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, അതിൽ നമ്മൾ ഫണ്ടമെൻ്റലി എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് 4 ക്യാരക്ടേഴ്സ് ഇവിടെ എണ്ണി കഴിഞ്ഞാൽ FUND 4 ക്യാരക്ടേഴ്സ് ഫണ്ടമെൻ്റലി എന്നുള്ളതിന്. അപ്പോൾ ഫണ്ട് എന്നുള്ള വേർഡ് വരും. നെക്സ്റ്റ് റൈറ്റ് റിട്ടേൺസ് എ സ്ട്രിങ് കണ്ടെയ്നിങ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ദി റൈറ്റ് സൈഡ് ഓഫ് ദി സ്ട്രിങ്. റൈറ്റ് സൈഡിൽ നിന്ന് എസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് എത്ര ക്യാരക്ടേഴ്സ് വേണമെന്നുള്ളത്. ഫണ്ടമെൻ്റലി എന്നുള്ള വേർഡ് തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാം. അപ്പം YLL ആ വാക്ക് ഇവിടെ നിന്ന് 5 ടൈംസ് 5 വരുമ്പോൾ ടാലി TALLY ടാലി അല്ലേ. 1 2 3 4 5. അപ്പോൾ ടാലി എന്നുള്ള വേർഡ് പ്രിൻ്റ് ചെയ്ത് വരും. അടുത്തത് മിഡ് റിട്ടേൺസ് എ സ്ട്രിങ് ദാറ്റ് കണ്ടെയ്നിങ് ക്യാരക്ടർ ഫ്രം എ സ്പെസിഫൈഡ് സ്ട്രിങ്. നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് ഒരു പ്രത്യേക പൊസിഷൻ മിഡിൽ എന്നുള്ള മീനിങ് ഒന്നും വിചാരിക്കേണ്ട. മിഡിലൊന്നുമല്ല, നമ്മൾ പറയുന്ന ആ പൊസിഷനിൽ നിന്ന് ഇത്ര ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നല്ല, ഏത് ഭാഗത്തു നിന്നാണെങ്കിലും സ്റ്റാർട്ടിങ് പൊസിഷൻ നമ്മൾ പറയുന്നത് അവിടെ നിന്ന് തുടങ്ങിയിട്ട്. റിട്ടേൺസ് എ സ്ട്രിങ് ദാറ്റ് കണ്ടെയ്നിങ് ഓൾ ക്യാരക്ടേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം എ സ്പെസിഫൈഡ് പൊസിഷൻ ഇൻ എ സ്ട്രിങ്. എക്സാമ്പിൾ എസ് എന്നുള്ള സ്ട്രിങ്, അതിൽ ഓൾ ഹാർട്ടഡ് എന്നുള്ള വേർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എസ് എന്നുള്ള സ്ട്രിങ്ങിൽ 6ാമത്തെ പൊസിഷനിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ WHOLE, അപ്പം HL 6ാമത്തെ പൊസിഷനിൽ വരുന്ന 6ാമത്തെ പൊസിഷൻ തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടുള്ള ബാക്കി എല്ലാ വേർഡ്സും എത്ര എണ്ണം നമ്മൾ പറയണില്ല, എത്രാമത്തെ പൊസിഷൻ തുടങ്ങി റിമൈനിങ് ആ സ്ട്രിങ്ങിലുള്ള എല്ലാ വേർഡ്സും പ്രിൻ്റ് ചെയ്ത് വരും. ഈ മിഡ് എന്നുള്ളത് തന്നെ നമുക്ക് നമ്മൾ പറയുന്ന പൊസിഷനിൽ തുടങ്ങി എത്ര വേർഡ്സ് വേണമെന്ന് സ്പെസിഫൈ ചെയ്യാം. സെയിം തന്നെ മിഡ് എന്നുള്ള ഫംഗ്ഷൻ അതിന് സ്ട്രിങ്ങും പറയാം, സ്റ്റാർട്ടിങ് പൊസിഷനും പറയാം, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്ര എണ്ണം വേണമെന്നുള്ളത് പറയാം. റിട്ടേൺസ് എ സ്ട്രിങ് ദാറ്റ് കണ്ടെയ്ൻസ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം എ സ്പെസിഫൈഡ് പൊസിഷൻ ഇൻ എ സ്ട്രിങ്. എസ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ തന്നെ നമ്മൾ മിഡ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് എസ് എന്നുള്ള സ്ട്രിങ് 6th പൊസിഷൻ തുടങ്ങി 4 എണ്ണം 6th പൊസിഷൻ. അപ്പോൾ H എന്ന് തുടങ്ങുന്നത് HEAR ഹിയർ എന്നുള്ള വേർഡ് വരെയുള്ളൂ. ഇവിടെ 4 എണ്ണം എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇവിടെ നേരത്തെ എക്സാമ്പിൾ 4 പറഞ്ഞിട്ടില്ല. അപ്പോൾ H വെച്ച് തുടങ്ങുന്ന ബാക്കി എല്ലാം ആ സ്ട്രിങ്ങിൽ പിന്നെ എന്തുണ്ടോ അതെല്ലാം റിമൈനിങ് പാർട്സ്. അപ്പോൾ മിഡ് എന്നുള്ള ഇത്
ഒരു സ്ട്രിങ്ങിൻ്റെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പൊസിഷൻ തുടങ്ങി ഇത്ര ക്യാരക്ടേഴ്സ് അത്ര കണ്ടുപിടിക്കാനുള്ള ഫങ്ഷനാണ്. അടുത്തത് L-trim. Returns a string containing a copy of specified string with no leading spaces. L-trim എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡിങ് സ്പേസസ് ഒന്നുമില്ല. അതിന് എല്ലാത്തിൻ്റെയും കൂടെ എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്ക് മുന്നേ കുറേ സ്പേസ് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിൽ ടി കഴിഞ്ഞിട്ടും കുറേ സ്പേസ് ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ ഇവിടെ മുന്നിലുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലാങ്ക് സ്പേസസ് എല്ലാം മാറ്റി കളയാൻ വേണ്ടിയിട്ടാണ്. നോ ലീഡിങ് സ്പേസസ് മുന്നിലുള്ള സ്പേസുകൾ കളയാം. ലെഫ്റ്റിൽ നിന്നുള്ളതെല്ലാം കളയാൻ L-trim. ഇവിടെ ഫോർ എവരി വൺ L-trim എന്ന് കൊടുത്തിട്ട് ഈസ് എ മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവരി വൺ എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിന് മുന്നിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ L-trim ചെയ്യാതെ ഫോർ എവരി വൺ ഈസ് എ മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് മുന്നേ എവരി വൺ കഴിഞ്ഞിട്ടുള്ള ആ സ്പേസുകൾ ഉണ്ടല്ലോ, എത്ര സ്പേസ് ഇവിടെ വിട്ടുണ്ടോ അത്രയും സ്പേസ് ഇവിടെ വരും. അപ്പോൾ L-trim ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലീഡിങ് ആയിട്ട് എന്തെങ്കിലും സ്പേസസ് ഉണ്ടെങ്കിൽ അതെല്ലാം കളയും. നെക്സ്റ്റ് R-trim. Returns a string containing a copy of a specified string with no trailing spaces. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള എല്ലാ സ്പേസ് എല്ലാതും കളയും. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ടി കഴിഞ്ഞിട്ട് വരുന്ന സ്പേസുകൾ രണ്ടാമത്തെ കണ്ട എവരി വൺ കഴിഞ്ഞിട്ട് എക്ക് മുന്നുള്ള സ്പേസൊക്കെ അവിടെ തന്നെ ഉണ്ട്, കാരണം L-trim ചെയ്തിട്ടില്ലല്ലോ, R-trim അല്ലേ. അപ്പോൾ അതിൽ ആ വേർഡ് കഴിഞ്ഞിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ടി കഴിഞ്ഞിട്ട് വന്ന സ്പേസ് എല്ലാം ട്രിം ചെയ്ത് പോയി. ഈസ് എ മസ്റ്റ് എന്നുള്ളത് തൊട്ട് തന്നെ വന്നു, ടി കഴിഞ്ഞിട്ട് തൊട്ട് തന്നെ ഉണ്ടല്ലേ. പിന്നെ രണ്ട് സൈഡിൽ ലെഫ്റ്റിലും റൈറ്റിലും കളയണമെങ്കിൽ ട്രിം. Returns a string containing a copy of specified string with no leading or trailing spaces. ലീഡിങ്ങിലും ട്രെയിലിംഗ് രണ്ടും ഫ്രണ്ടിലും ലാസ്റ്റിലും രണ്ട് സ്പേസുകളും കളയണം ഇടയിൽ. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ടായിരുന്ന സ്പേസ് എല്ലാം കളഞ്ഞ് ഒറ്റ വേർഡായി. അപ്പോൾ ഫോർ എവരി വൺ കണ്ട അവിടെ സ്പേസ് ഇല്ല, ഇസ് എ മസ്റ്റ് എന്നുള്ളത് ടി കഴിഞ്ഞിട്ട് സ്പേസ് ഇല്ലാതെ ഒറ്റ വേർഡായിട്ട് വന്നു. ഇൻ സ്ട്രിങ് returns an integer specifying the start position of the first occurrences of one string within another. ഇൻ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രിങ്ങിന് ഉള്ളിൽ വേറൊരു സ്ട്രിങ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ ഹെയർ ഡ്രസ്സർ എന്നുള്ള വേർഡിൽ ഡ്രസ്സ് എന്നുള്ള വേർഡ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഇൻ സ്ട്രിങ് ഫസ്റ്റ് പറയുന്നത് സ്റ്റാർട്ടിങ് പൊസിഷൻ. നമ്മളൊരു വലിയൊരു എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ഒരുപാട് സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ഒരു വലിയൊരു സെൻറ്റൻസ് ആണെങ്കിൽ നമ്മളത് ഫുള്ളിങ്ങനെ സെർച്ച് ചെയ്യേണ്ട, ഇത്രാമത്തെ പൊസിഷൻ തുടങ്ങി നോക്കിയാൽ മതി എന്ന് സ്റ്റാർട്ടിങ് പൊസിഷൻ കൊടുക്കുക എന്നുള്ളത് 1 എന്ന് പറഞ്ഞാൽ എന്ത് തുടങ്ങിയാൽ നോക്കുക, എച്ച് തുടങ്ങി തന്നെ. ഒരു വലിയ സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് 10 വേർഡ് കഴിഞ്ഞ് 10 എണ്ണം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 10 കൊടുക്കുക. ഫസ്റ്റ് പൊസിഷൻ തുടങ്ങി തന്നെ നോക്കുന്നുണ്ട്. പേ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ബി എന്ന് പറയുന്ന സ്ട്രിങ് എത്രാമത്തെ പൊസിഷനിലാണ് കാണുന്നതെന്ന് വെച്ചാൽ ആ നമ്പർ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഡ്രസ്സ് എന്നുള്ള വേർഡ് വരുന്നത് HAIR 4 കഴിഞ്ഞ് 5ാമത്തെ വേർഡ് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ 5 എന്നുള്ള റിട്ടേൺ ചെയ്യും. Replacing strings. The replace function replaces a sequence of characters in a string with another set of characters. അപ്പോൾ നമുക്ക് ഇൻ സ്ട്രിങ് എന്ന് പറഞ്ഞ വേർഡ് എത്രാമത്തെ പൊസിഷനിലാണെന്ന് കാണിക്കുള്ളൂ, എത്രാമത്തെ പൊസിഷനിൽ ഉണ്ടെന്ന്. അത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു വേർഡ് വരണം. അപ്പോൾ നമ്മളെ വേർഡിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസും അതൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ റീപ്ലേസ് എന്ന് കൊടുക്കുക. സോഴ്സ് സ്ട്രിങ് കണ്ടുപിടിക്കാനുള്ള വേർഡ് അല്ല ആ സ്ട്രിങ് അതിൽ ഏത് വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് സ്ട്രിങ് ദെൻ റീപ്ലേസിങ് സ്ട്രിങ്. അപ്പോൾ മേജർ ഡ്രോബാക്ക് എന്നുള്ള വേർഡിനകത്ത് ഡ്രോബാക്ക് എന്നുള്ള വേർഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വേർഡ് കണ്ടുപിടിച്ചിട്ട് അത് അഡ്വാൻറ്റേജ് എന്നൊക്കെ മാറ്റണം. അപ്പോൾ എന്തായിരിക്കും, ഡ്രോബാക്ക് എന്നുള്ളത് മാറി മേജർ ഡ്രോബാക്ക് എന്ന് മാറി മേജർ അഡ്വാൻറ്റേജ് എന്നാവും റിസൾട്ട് വരാം.
അടുത്തത് VAL, വാല്യൂ ഓഫ് എന്നുള്ള വായിക്കുക. VAL, ദ VAL ഫംഗ്ഷൻ അല്ലെങ്കിൽ വാല്യൂ ഫംഗ്ഷൻ accepts a string as input and returns the numbers found in that string. വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഒരു സ്ട്രിങ് ആണ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അതാണ് ഇൻപുട്ട്. അതിൻ്റെ റിസൾട്ട് വരുന്നത് ആ സ്ട്രിങ്ങിൽ ഉള്ള നമ്പർ ഏതെങ്കിലും കാണാൻ, ന്യൂമറിക്കൽ വാല്യൂ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് വരും. ദി വാല്യൂ ഫംഗ്ഷൻ വിൽ സ്റ്റോപ്പ് റീഡിങ് ദി സ്ട്രിങ് വൺസ് ഇറ്റ്സ് എൻകൗണ്ടർ ദ ഫസ്റ്റ് നോൺ ന്യൂമറിക് ക്യാരക്ടർ. അതായത് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിൽ നമ്പർ ഉണ്ടെങ്കിൽ എടുക്കും, പിന്നെ നമ്പർ അല്ലാതെ ഒരു നോൺ ന്യൂമറിക് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കില്ല, അതിനുശേഷം വരുന്ന നമ്പർ എടുക്കില്ല. എക്സാമ്പിൾ നോക്കാം നമുക്ക്. പിന്നെ സ്പേസ് ആണെങ്കിൽ പ്രശ്നമില്ല, സ്പേസ് നോൺ ന്യൂമറിക് വാല്യൂ ഒന്നും നോക്കില്ല. സ്പേസ് അല്ലാതെ ഏതെങ്കിലും ഫസ്റ്റ് തന്നെ ഒരു സ്പേസ് ഉണ്ടെന്ന് വെച്ചിട്ട് അത് നോൺ ന്യൂമറിക് വാല്യൂ ആണെന്ന് വെച്ചിട്ട് പിന്നെ എടുക്കാതിരിക്കില്ല. സ്പേസ് വിളിച്ചിട്ടുള്ള ദിസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്പേസ്, സ്പേസ് അല്ലാതെ ഏതെങ്കിലും ഒരു നോൺ ന്യൂമറിക് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിലെടുക്കില്ല, ന്യൂമറിക് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. ഇവിടെ എക്സാമ്പിൾ നോക്കാം. S1 എന്ന് പറയുന്നത് സ്ട്രിങ്, അതിൽ 6 feet 1 inches ഈസ് ഇൻ ഹൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ S1ൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 6 എന്നുള്ളത് മാത്രമേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്പേസ് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ള എഫ് എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതൊരു നോൺ ന്യൂമറിക്കൽ വാല്യൂ. പിന്നെ അത് കഴിഞ്ഞ് ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടോ എന്ന് നോക്കില്ല. അത് കഴിഞ്ഞിട്ടൊരു 1 ഉണ്ട്, അതൊന്നും ചെക്ക് ചെയ്യില്ല. നോൺ ന്യൂമറിക് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നിർത്തി. അപ്പോൾ 6 എന്നുള്ള വേർഡ് മാത്രം അതിന് ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ് ആ 6 റിട്ടേൺ ചെയ്യും. അടുത്തതിൽ S2 നോക്കിയാൽ 5 to 6 kilometers എന്നുള്ളതാണ്. 5 to 6 kilometers ദ ഡിസ്റ്റൻസ് ടു മൈ ഓഫീസ് ഫ്രം ഹിയർ. ഈ വേർഡിൽ 5 കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ട് ഒരു നോൺ ന്യൂമറിക് വാല്യൂ, അപ്പോൾ അത് എടുക്കില്ല, 5 മാത്രം എടുക്കും. ഈ S3 എന്നുള്ളതിൽ 0 1 1 എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 11 എന്നുള്ള വേർഡ് വരും. 0ന് പകരം അവിടെ ഒരു സ്പേസ് ആയിരുന്നു എന്ന് കഴിഞ്ഞാലും 11 എന്നുള്ള എടുക്കും. ഒരു സ്പേസ് ഒഴികെയുള്ള നോൺ ന്യൂമറിക്കൽ ഏതെങ്കിലും വാല്യൂ വന്നാലാണ് അത് അവിടെ വെച്ച് നിർത്തുന്നത്. The string conversion functions. LCase returns a string or character converted to lower case. നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ വേർഡ്സ് ഒക്കെ ഉള്ള ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലോവർ കേസ് ആക്കാൻ വേണ്ടിയിട്ട് എൽ കേസ് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്ററിലുള്ള ലെറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ആയിട്ട് വരും. യു കേസ് അപ്പർ കേസിലേക്ക് മാറ്റാൻ. റിട്ടേൺസ് എ സ്ട്രിങ് ഓർ ക്യാരക്ടർ കൺവേർട്ടഡ് ടു അപ്പർ കേസ്. നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ യു കേസ് എന്നുണ്ട് ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ കൊടുത്താൽ ക്യാപിറ്റൽ ലെറ്റർ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2 സ്ട്രിങ് ഉണ്ട്. എയിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. അത് എൽ കേസ് ആക്കുമ്പോൾ റിസൾട്ട് ഔട്ട്പുട്ട് വരുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. ബിയിൽ സ്മോൾ ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പർ കേസ് ചെയ്ത് വന്നപ്പോൾ യു കേസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ വന്നു. നെക്സ്റ്റ് STR സ്ട്രിങ് ഫംഗ്ഷൻ എന്നുള്ളത്. STR ഫംഗ്ഷൻ കൺവേർട്സ് എ നമ്പർ ടു എ സ്ട്രിങ്. നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യും. CSTR ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എനി ടൈപ്പ് ഓഫ് വാല്യൂ ടു എ സ്ട്രിങ്. STR ഫംഗ്ഷനിൽ നമ്മൾ നമ്പർ വാല്യൂസ് മാത്രമേ സ്ട്രിങ് ആക്കുള്ളൂ. ഡേറ്റ് ആയിരുന്നെങ്കിൽ STR ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കൊടുക്കണമെങ്കിൽ അതിനെ സ്ട്രിങ് ആക്കില്ല. അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും സ്ട്രിങ് ആക്കാനുള്ളതാണ് CSTR. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ എന്നുള്ള വേരിയബിൾ ഡബിൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ ആണല്ലോ. അപ്പോൾ അതിനെ സ്ട്രിങ് ആക്കുക. STR ഓഫ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രിങ് വരും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ത് വരും? ഇത് സ്ട്രിങ് ഈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ന്യൂമറിക്കൽ വാല്യൂ വരും. അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആ സ്ട്രിങ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള വേരിയബിൾ ഡേറ്റ് ഓഫ് ബർത്ത് ആസ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള വേരിയബിൾ ഡേറ്റ് വേരിയബിളാണ്. ഡാറ്റ ടൈപ്പാണ്. ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ഡേറ്റ ടൈപ്പ് വാല്യൂ നമ്മൾ സ്ട്രിങ് ഒക്കെ കോഡ്സിലല്ലേ എൻട്രി കൊടുക്കാം. സ്ട്രിങ് വാല്യൂ ഡിം സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ S=, നേരത്തെ സ്ട്രിങ് ഫംഗ്ഷൻസ് ഒക്കെ ചെയ്തപ്പോൾ കോഡ്സിലാണ് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഡേറ്റ് വേരിയബിൾസിലേക്ക് വാല്യൂ കൊടുക്കുന്നത് ഹാഷ് എന്നുള്ള സൈൻ്റെ ഉള്ളിലാണ്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ആ ഹാഷ് സൈൻ കണ്ടു കഴിഞ്ഞാൽ അത് ആ വാല്യൂ ഡേറ്റ് വേരിയബിളിലേക്കാണ്. ഡേറ്റ് വാല്യൂസാണ്.
ഈ വാല്യൂ നമുക്ക് സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ CSTR ഫംഗ്ഷൻ കൊടുക്കണം. വെറുതെ STR പറ്റില്ല. STR ന്യൂമറിക്കൽ വാല്യൂസിനെ അല്ല നമ്പേഴ്സിനേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. ഇതൊരു ഡേറ്റ് വേരിയബിൾ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ CSTR. നെക്സ്റ്റ് ASCII വാല്യൂ കിട്ടാനാണ് ASCII ഫംഗ്ഷൻ. ASCII. The ASCII function returns an integer value representing the ASCII code corresponding to a character or the first character in a string. നമ്മളൊരു സ്ട്രിങ് കൊടുത്ത് അതിലത്തെ ഒറ്റ ക്യാരക്ടറുള്ള സ്ട്രിങ് ആണെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ASCII ക്യാരക്ടർ, ഇനി ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ഏതാണെങ്കിൽ അതിൻ്റെ ASCII വാല്യൂ റിട്ടേൺ ചെയ്യും. എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ASCII വാല്യൂ 65 ആണ്. B ആണെങ്കിൽ 66 ആണ്. അതിനനുസരിച്ചുള്ള ASCII വാല്യൂ റിട്ടേൺ ചെയ്യും. അത് ക്യാരക്ടർ CHR. ദി CHR ഫംഗ്ഷൻ റിട്ടേൺസ് ദി ക്യാരക്ടർ അസോസിയേറ്റഡ് വിത്ത് ദി സ്പെസിഫൈഡ് കോഡ്. എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ASCII കോഡ് 65 ആണെങ്കിൽ 65 എന്ന് പറയുന്ന ഇൻറ്റിജർ 65 ഏത് ക്യാരക്ടറിൻ്റെ ASCII കോഡാണോ ആ ക്യാരക്ടർ കിട്ടാൻ നേരെ ഓപ്പോസിറ്റ് ASCII വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് CHR എന്നുള്ള ഫംഗ്ഷൻ. CHR എന്ന് പറഞ്ഞിട്ട് ഇൻറ്റിജർ വാല്യൂ അത് 68 കൊടുക്കുമ്പോൾ D വരും. 65A, 66B, 66C, 65A, 66B, 67C, 68D. അപ്പോൾ 68 നമ്മൾ കൊടുത്തപ്പോൾ D എന്നുള്ള ക്യാരക്ടർ വന്നു. സ്ട്രിങ് റിവേഴ്സ്. STR റിവേഴ്സ്. ഒരു സ്ട്രിങ് കൊടുക്കുക. STR reverse returns a string in which the character order of a specified string is reversed. Example, dim a string. എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അതിൽ ഡിസേർട്സ് എന്നുള്ള വേർഡാണ് നമ്മൾ കൊടുത്തത്. അത് നേരെ റിവേഴ്സ് ചെയ്യുക. സ്ട്രിങ് റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ STRESSED അല്ലേ, നേരെ ഓപ്പോസിറ്റ് അല്ല റിവേഴ്സ് ചെയ്യുന്നത്. പാലിൻഡ്രോം ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയില്ലേ. അപ്പം സ്ട്രിങ് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് പാലിൻഡ്രോം ചെക്ക് ചെയ്യാൻ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇതിൽ VBA സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് സ്ട്രിങ് എടുക്കുന്നു, സ്ട്രിങ് റിവേഴ്സ് ചെയ്തിട്ട് വേറെ സ്ട്രിങ് ആക്കി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. ഇഫ് A is equal to string reverse of A, the palindrome. String reverse എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. Next, format function. The format function returns a variant string containing an expression formatted according to instructions containing in a format expression. It can be used to return formatted date as well as formatted strings. Format string format. You can use any of the character to create a format expression for the string. ഇവിടെ എക്സാമ്പിൾ dim x as string. X എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ നമ്മൾ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ആക്കണമെങ്കിൽ UKS എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതല്ലാതെ ഫോർമാറ്റ് ഫംഗ്ഷനിൽ കൂടെ തന്നെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് പറയുക, ഒരു ഫോർമാറ്റ് സ്ട്രിങ് എങ്ങനെയാക്കി മാറ്റണം. എനിക്ക് ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വരും. തിരിച്ച് ലെസ് ദാൻ ആണെങ്കിൽ സ്മോൾ ലെറ്ററിൽ. അങ്ങനെ ഫോർമാറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ഡേറ്റ് ഫംഗ്ഷൻ്റെ കൂടിയും ഇതുപോലെ കുറേ ഫോർമാറ്റ് ഫംഗ്ഷൻ ചെയ്യാം. ഇത് ഡേറ്റ് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ സ്ട്രിങ് ഫംഗ്ഷൻസ് എല്ലാം മനസ്സിലായി കാണുന്നു കരുതുന്നു.